അതങ്ങനെ ശരിയാവും? അത് കറക്റ്റ് അല്ലല്ലോ. എന്തോ എടി ഞാൻ ചോദിച്ചിന് പറ. തോന്നടി ഒന്ന് വായിക്കാൻ സമ്മതിക്കില്ല. പറ. എന്റെ ചേച്ചി, നമ്മൾ ഒരാളെ നോക്കുവാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, അവരെ മുഖത്ത് നോക്കി വായിക്കോട്ടെ വിട്ടാൽ മതി. അപ്പൊ തിരിച്ചവര് വായിക്കോട്ടെ വിടുന്നെങ്കിൽ അവര് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അർത്ഥം. അങ്ങനൊക്കെ ഉണ്ടോ? ഉണ്ട്. നിനക്കറിയാം? നീ ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഗൂഗിൾ കിടക്കുകയല്ലേ. അത് കൊള്ളാം കേട്ടാ. നേരത്തെ പറഞ്ഞെങ്കിൽ ആരെയൊക്കെ നോക്കി വായിക്കോട്ട് വിടായിരുന്നു. അല്ല പിന്നെ ഇപ്പൊ ആരാ വായി നോക്കി? എന്നാരും വായി നോക്കിയെന്നല്ല, നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ നോക്കണമല്ലോ നമുക്ക് തോന്നുമല്ലോ. ഓ, അങ്ങനെ സ്പെസിഫിക്കലി ആരും നോക്കിയൊന്നുമില്ല. അമ്മല. ഹലോ, ആടാ. ഓ, അത് നാളെ ആയിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. എന്നെ 2-3 പ്രാവശ്യം തന്നെ വിളിച്ചിരുന്നു. ഓ, എടുക്കാൻ പറ്റില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഇത്രയും ദൂരം ഇല്ലേ. അമ്മ ഉണ്ടോ? ഞാൻ ചോദിച്ചു നോക്കാം വീട്ടിൽ, അറിഞ്ഞൂടാ. വിടുമെന്ന് അറിയത്തില്ല. ഓ, ഞാൻ എന്തായാലും ചോദിച്ച് കൺഫേം ആയിട്ട് വിളിക്കാം. ശരിടാ, ശരി. ആര് വിളിച്ചേ? ചേച്ചി, എന്റെ ഫ്രണ്ട് ധന്യയില്ലേ? ധന്യ? മുടിയൊക്കെ നീളമുള്ള ഒരു കൊച്ച്. അവളുടെ ചേച്ചിയുടെ കല്യാണമാണ് നാളെ പാലക്കാട് വെച്ച്. അപ്പം വരാനായിട്ട് അവൾ എന്നെ വിളിക്കണുണ്ട്. പാലക്കാട് എങ്ങനെ പോവും? ഇവിടെ നിന്ന് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനും അമ്മ ഇവിടെ ഉണ്ട്. നിന്നെ ചോദിച്ചു നോക്കണം. അല്ല, നീ അമലെന്ന് അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? അതിപ്പോ വിളിച്ചത് അമല്. ഏത് അമല്? എടി, നിനക്ക് അറിഞ്ഞൂടെ നമ്മളെന്നാ ജനിച്ചിന് ഇന്നിപ്പോ ഒരു പയ്യൻ വന്നില്ലേ നമ്മളെ കൊണ്ടാക്കണമെന്നൊക്കെ ചോദിച്ച്? എന്റെ കോളേജിൽ പഠിക്കണേ ആ താടി മുടി വളർത്തിയ പയ്യനാണോ? ആ, അതന്നെ. അവന്റെ പേരിലല്ലേ ഒരു പോലീസ് കേസ് ഒക്കെ നടന്ന? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. എവിടെ പോണെന്ന്? വെള്ളം കുടിച്ചിട്ട് വരാന്ന്. ബെസ്റ്റ് ഇങ്ങനെ സഹായിച്ചിട്ട് എന്തോന്ന് കാര്യം? ചേർന്നിക്കൊണ്ടിരിക്കുന്നത് തിന്നോണ്ടിരിക്കല്ലേ? ഞാൻ ഈ ശാലം തേങ്ങുന്നതാണ് നിന്റെ കുഴപ്പം. എടി, നിനക്ക് എത്ര തേങ്ങ വേണം? ഞാൻ എല്ലാം പൊതിച്ച് ചെറിയ പാലെടുത്തില്ല പോരെ. ഓക്കെ, ഒരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിൽ തിന്നു. മനുഷ്യ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ വെക്കില്ലെന്ന്. ഇങ്ങനെ വച്ചൂടാ, ഇങ്ങനെ വെക്കണം. അതാണ് ശാസ്ത്രം. ശാസ്ത്രം തോറ്റ് മനുഷ്യൻ ജയിച്ചു. പഴയ സിനിമയാണ്. അയ്യേ, ഇങ്ങനെയൊക്കെയാ പറയണേ. അമ്മ, എന്തെങ്കിലും സഹായം വേണോ? സഹായം സഹായം വേണമെന്ന് ഇവിടാ? ഒരു സഹായം ചെയ്യോ? ചെയ്യാം. ബാ, നീ ബാ. നിനക്ക് എന്തോന്നാണ് വേണ്ടെന്നുള്ളത് വളച്ചു കെട്ടലില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. പറയോ? മനസ്സിലാക്കി കളഞ്ഞു. പറ. അതെ, എന്റെ ഫ്രണ്ട് തന്നെ അറിഞ്ഞൂടെ? അറിയാം. അവക്ക് ഒരു ചേച്ചിയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞല്ല, അവളുടെ ചേച്ചിയുടെ കല്യാണമാണ് നാളെ. ഓഹോ, പാലക്കാട് വെച്ച്. പാലക്കാടാ? അതിനിപ്പോ എങ്ങനെ പോവും? അത് എന്റെ ഫ്രണ്ട്സ് അമ്മു അമൃതയൊക്കെ ഇവിടെ നിന്ന് പോണുണ്ട്. അപ്പൊ അവരെവിടെ പോവാം? എങ്ങനെ പോണു? അതെന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, കോളേജിൽ പഠിക്കണ. ആ ഫ്രണ്ടിന്റെ കാറില് അവൻ പറഞ്ഞ് നിങ്ങക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, നീ വേണമെങ്കിൽ വീട്ടിൽ ചോദിച്ചിട്ട് വരാം. അത് ഏത് സെക്കൻഡ് അമ്മയ്ക്ക് അറിയോ? അവന്റെ പേരാണ് അമൽ. ഒരുപാട് കേസുണ്ട് അവന്റെ പേരില്. ഒരു അലമ്പ് പയ്യൻ. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ലേ? ഞാൻ നിന്റെ അടുത്തല്ല പറഞ്ഞ, എന്റെ അമ്മ എടുത്താ പറഞ്ഞ. എന്ത് കഷ്ടം ഇത്? അതിപ്പോ നിങ്ങൾ അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അവള് കല്യാണത്തിന് പോണില്ലല്ലോ, പിന്നെ നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെ, ഇങ്ങനെയുള്ള ചെറുക്കന്മാരോട് ഒന്നും പോണ്ട. പറ്റൂല. എന്ത് കഷ്ടമാണ് ഇത്? 2022 ആയില്ലേ അമ്മ? 2022 എന്നല്ല, 2050 ആയാലും ഇവിടുന്ന് വിടാൻ പോണില്ല. അത്ര തന്നെ. ഓ, സ്ത്രീകൾക്ക് സമത്വം വേണം, നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അത് തന്നെ. ഹലോ, ഇവിടെ സമത്വത്തിന്റെ കേസൊന്നും ഇല്ല. നിന്നെ വല്ല ചെറുക്കന്മാരെ കൂടെ അങ്ങ് പാലക്കാട് വരെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ ടോപ്പിക് ഇവിടെ നിർത്തിക്കോ. എന്തോ ബാക്കി എല്ലാരും പോണുണ്ടല്ലോ. അവരെ വീട്ടിൽ നിന്നൊക്കെ വിടുമായിരിക്കും, പക്ഷെ ഈ വീട്ടിൽ നിന്ന് നിന്നെ വിടൂല. അത് ഉറപ്പാണ്. ഇത് എന്ത് കഷ്ടം? എന്ത് വീടാണ്? ഇവിടെ തന്നെ ജനിച്ചല്ല ഞാൻ. പോണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ കൂടുതൽ സംസാരം വേണ്ട. അത്ര തന്നെ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. ഇനി നിങ്ങൾ സംസാരിക്കണ്ട. എന്തൊരു ബഹളത്? അവക്കെ അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോണെന്നും. ഇവിടെ എങ്ങും അല്ല, അങ്ങ് പാലക്കാട്. അയ്യോ, പാലക്കാടാ? ഓ, എടി, ഇങ്ങനെയുള്ള പയ്യന്മാരോടൊന്നും പോണ്ട. അവനാണെന്ന് തോന്നുന്നു.
ദേ വിളിക്കുന്നു. ഇടടി ലൗഡ് സ്പീക്കർ എടുക്ക് ഫോൺ എടുക്ക്. ഹലോ ഹലോ പിങ്കി, എന്താ കാര്യങ്ങള്? വീട്ടിൽ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞ് സെറ്റ് ആക്കും മുത്തേ. അപ്പൊ ഓക്കെ, ശരി. വിളിക്കാം എന്തോന്ന് വർത്തമാനടേ അവളുടെ? മക്കളെ, ഇങ്ങനെയുള്ള അരവരാതി വയ്യന്മാരെ കൂടെ പോവല്ലേ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ലൗഡ് സ്പീക്കർ ഇട്ടോണ്ട് നന്നായി, അതുകൊണ്ട് നമ്മൾക്ക് ഇത് അറിയാൻ പറ്റി. ഉടായിപ്പ്, അവൻ തന്നെ ഉടായിപ്പ്. എന്താണല്ലേ കാലിക്ക് നമുക്കൊരു എത്തുപിടി കിട്ടില്ല. മാരിമുളയിരി, ഈ ജീവിതമേ എത്ര ക്ഷണികമാണെന്ന് നിനക്കറിയാമോ? സമയം ഇങ്ങനെ പറയാതില്ലേ പോണെന്ന്. ദിവസങ്ങളിങ്ങനെ ഇങ്ങനെ പോണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല അല്ലേ? എന്ത് പറ്റിയെന്നാ? ഞാൻ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നത്. സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ? ഈ ക്ഷണികമായ ജീവിതം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നീ പറ, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അങ്കിൾ, എന്റെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണം. അതെ. അപ്പൊ അവളുടെ കൂട്ടുകാരി എന്ന നിലയിൽ ഞാൻ ആ കല്യാണത്തിന് പോണ്ടേ? കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുടെ മൗലിക അവകാശം. എന്നെ പക്ഷെ ഇവര് വിടുന്നില്ല. ഇവര് വിടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആര്? എന്റെ വീട്ടുകാര്. നിന്റെ വീട്ടുകാരാ? അച്ഛനമ്മ ചേച്ചി. അച്ഛനമ്മ ചേച്ചി. അതായത് ഈ കടുത്ത അനീതിക്കെതിരെ ഞാൻ ആഞ്ഞടിക്കണമെന്നാണോ നീ പറഞ്ഞോണ്ടിരുന്നത്? ആഞ്ഞടിക്കണം. ആഞ്ഞടിക്കും. നീ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ? പറയൂ. അങ്ങളെ, എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കാറിൽ പോണുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ അതിൽ പോകും, അവർക്കൊരു ബുദ്ധിമുട്ടില്ല. സത്യമാണല്ലോ, ബുദ്ധിമുട്ടില്ല. എവിടെയാണ് കാറിൽ നീ പോണത്? പാലക്കാട്. പാലക്കാട്. പാലക്കാടല്ലേ? ഏതായാലും ഇതിൽ ഞാൻ ഇടപെടാന്ന് നിനക്ക് വാക്കുന്ന സ്ഥിതിക്ക് എന്റെ കൂറുമാറ്റം നിന്നെ ഞാൻ ഇപ്പൊ തന്നെ അറിയിച്ചിരിക്കുകയാണ്. പിന്നെ പാലക്കാട് ഒരു കൊച്ചു പെങ്കൊച്ചു പിന്നെ കാറി കയറി അങ്ങ് പോവല്ലേ? ഒന്ന് പൊടി വിടുന്നു. പെൺകൊച്ചുങ്ങൾക്ക് കാറി കയറി പാലക്കാട് വരെ പോയിക്കൂടി? എടി പൊയ്ക്കൂടെന്നാ? അങ്ങനെ ചോദിക്കണ തന്നെ ഒരു തെറ്റല്ലേ? നിനക്ക് നീ എന്തോന്നാണ് നീ ചോദിക്കണത്? എടി അസമയം എന്നൊരു സമയമില്ല, ലിംഗവ്യത്യാസമില്ല, നമുക്ക് എവിടെ വേണം യാത്ര ചെയ്യാം. ഇതൊക്കെ പറയുമ്പോ പറയാം, അല്ല നമ്മളെ വെച്ച് നടത്താൻ പറ്റുമോ കുടുംബത്തില്? അതൊന്നും പറ്റാന്നില്ല പണി. അത് പറ്റാത്ത ആ പെമ്പിള രാത്രി ബോർഡറിൽ പോയി നെഞ്ചു വിരിച്ച് നിക്കോ? ബോർഡറിൽ പോയി നെഞ്ചു വിരിച്ചോണ്ട് നിക്കോന്ന്? നീ വെള്ളത്തിനകത്ത് അടിയിൽ പോയി നീ മുക്കിലിട്ടിരിക്കോ? ഇല്ലല്ലോ, ഇതൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം വളരെ സിമ്പിൾ ആണ്. നീ പോവണ്ട. ഇനി നിന്റെ അച്ഛനും അമ്മയും ചേച്ചി സമ്മതിച്ചാൽ തന്നെ ഞാൻ എന്റെ സ്വഭാവം കൊണ്ട് നീ ഇവിടെ പോണില്ല. നീ കൊള്ളാല്ല. നീ അവള് പുതിയ പാലക്കാട് വരെ അവള് ഇതൊക്കെ എന്റെ അടുത്ത് എങ്ങനെയാ ചോദിക്കുന്നത്? ഞാൻ നിന്റെ ഒരു അങ്കിളല്ലേ? ഒരു അങ്കിളടുത്തൊരു പോക്കർ തരവോ ചോദിക്കണം?